ഇല്ലാമ വിശ്വസിക്കുന്നുവോ? ഇപ്പോ ഈ സൗഖ്യമാകുമെന്ന് ഇല്ലാമ വിശ്വസിക്കുന്നുവോ? ഇപ്പൊ നിങ്ങളുടെ കാലം സൗഖ്യമാകുന്നു വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എത്ര പേര് വിശ്വസിക്കുന്നു? കൈപൊക്കി തന്നെ പിടിച്ചോ. കൈപൊക്കി പിടിച്ചത് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുകയും നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നോക്കിയപ്പോ താഴോട്ട് വളരെ കുറച്ചല്ലേ, ഫുള്ളുമായിട്ട് പോയിട്ടില്ല. അതാണ് നീരുള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം തൂക്കിയിട്ടേക്കായിരുന്നു കാലിൽ നീരുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തോ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്ന അങ്ങനെ വേദനയ്ക്ക് വളരെയധികം കുറവ് അല്ലേ. കൈയടിച്ച് കർത്താവിനെ മാത്രം ജോസ് അല്ലേ. എന്താ ജോസിന് അവിടെ വേദന? ഇതാണ് ഇതിങ്ങനെ താഴോട്ട് പോകുന്നല്ലേ. ഈ ഷോൾഡറിന്റെ ഇവിടെ ജോയിന്റ്സ് ഒക്കെ ഗ്യാപ്പ് കിട്ടുന്നു, അകന്നിട്ടുണ്ട്. അപ്പൊ ഇത് അടുപ്പിക്കണം. ഇത് നടക്കോ? വിശ്വസിക്കുന്നുവോ? അതാണ് പ്ലസ് പോയിന്റ്. അവിടുന്ന് എണിക്കുമ്പോ തന്നെ രോഗസൗഖ്യം ആരംഭിക്കുകയാണ്. അവിടുന്ന് എണിക്കുമ്പോ തന്നെ. കാരണം എന്തുകൊണ്ട് എണിക്കുക അയാള്? എന്തുകൊണ്ടാണ് ജോസ് എണിച്ചത് അവിടുന്ന്? ഇത് സൗഖ്യം ആവുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ഈ ഹീലിംഗ് സെഷൻ അങ്ങനെയാണ്. നമ്മളിങ്ങനെ ആളുകൾ വിളിക്കുമ്പോൾ ചിലവർക്ക് വേദന ഉണ്ടെങ്കിലും അവർക്ക് സംശയമാണ്, അതുകൊണ്ട് അവർ എണിക്കുന്നില്ല. പറയല്ല, അത് സാധിക്കുന്നില്ല. ആയില്ലെങ്കിലോ വെറുതെ അവിടെ വരെ പോയി ചമ്മി പോരണ്ടേ പിന്നെ വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കും. പക്ഷെ ചിലവർ എണിക്കും. അപ്പോൾ ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരും എണിക്കില്ല. പിന്നെ അനൗൺസ് ചെയ്യുമ്പോൾ സാവധാനം എണീറ്റ് വരും. എണീറ്റ് വന്നപ്പോൾ നടുവേദന, ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഈ പോയല്ലോ വേദന കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് എണിക്കുമ്പോൾ തന്നെ സൗഖ്യം ആരംഭിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് അതാണ്. നമ്മുടെ വിശ്വാസം അപ്പോൾ ആക്റ്റീവായി. ഫെയ്ത്ത് ബിക്കം ആക്റ്റീവ്. വിശ്വാസം ഒരു അടയാളമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ഇദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസത്തിൻ്റെ സൗഖ്യദായക ശക്തിയുടെ ഈശോയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് നീ കൈവയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. സൗഖ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടോ? സൗഖ്യപ്പെടുത്തുന്ന ആരാ? ഈശോ. ഇത് നമ്മൾ വിശ്വസിക്കുക. ഈ വിശ്വാസികൾക്ക് ഒരു അടയാളം ഉണ്ടാവും. നമ്മൾ ആരും ഒരു ഹീലേഴ്സ് അല്ല. വി ആർ നോട്ട് ഹീലേഴ്സ് ബട്ട് വി ആർ ബിലീവേഴ്സ്. ആരാണ് നമ്മൾ? വിശ്വാസികളാണ് നമ്മൾ. ആ വിശ്വാസത്തിന്റെ പ്രകടമായ ഒരു അടയാളമായിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ
വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഓക്കെ, അപ്പോൾ ജോസ് വിശ്വസിക്കുന്നു? പൂർണ്ണമായും. നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അകന്ന ഈ ഒരം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നവരെ പ്രാർത്ഥിച്ചു. കർത്താവേ, ലീലാമ്മയോട് ലീലാമ്മയെ കൈവിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, സ്തോത്രം യേശുവേ. ഇടയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചോ? എത്ര പേർക്ക് ആ വർദ്ധിച്ചു എന്ന് തോന്നുന്നവർ കേട്ടോ? ഒന്ന് ക്യാമറ ഓടിച്ചു ഒന്ന് കേട്ടോ. എത്ര പേരുടെ വിശ്വാസം വർദ്ധിച്ചു എന്നൊന്ന് കൈവീശി കാണിച്ച്. എത്ര പേരുടെ വിശ്വാസം വർദ്ധിച്ചു ഇപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശ്വാസികളുടെ അടയാളം. ഈ അടയാളമാണ് മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇത് ഇവർക്ക് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല. ഈ സൗഖ്യത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ ഒരു പ്രാർത്ഥനാ വരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ആരും കണ്ടാലും കൈവച്ച് ഉടനെ പ്രാർത്ഥിക്കും, ഒരു തടസ്സമില്ല. ഈ വിശ്വാസത്തിന്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അപ്പൊ നമുക്ക് പലപ്പോഴും രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് വരുത്തുന്നത് ഇതിനും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കൽ ലണ്ടനിലൊരു വരദാനാഭിഷേകത്തിന്റെ ഇതമായ ധ്യാനം നടത്തിയാണ്. ധ്യാനത്തിന്റെ 2-ാം ദിവസം അവിടെ ധ്യാനം കൂടുകയും സഹായിക്കുകയും ചെയ്തിരുന്ന ഒരു അച്ഛൻ രാവിലെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ നോക്കി. അപ്പൊ ഈ കയ്യില് പപ്പടം പൊളച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ പൊളച്ചിരിക്കുന്നു. ഭയങ്കര വേദന, കയ്യിൽ മുഴുവനും വലിയ പോള. അപ്പൊ ഞാൻ ചിരിച്ചു. അതെന്താ ചിരിക്കണേ? ഞാൻ പറഞ്ഞു, ഇത് ആവശ്യവും നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഈ ഹീലിംഗ് ഗിഫ്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ നടത്തുമ്പോൾ പറ്റിയ സാധനമാണ്. അതുകൊണ്ട് അച്ഛൻ ഉച്ചവരെ ഈ വേദന അനുഭവിക്കുകയും ഇത് അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ആ ദൃശ്യമായിട്ട് രോഗശാന്തി എങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളത് ശരിക്ക് ദൃശ്യമായി കാണാൻ പറ്റിയ ഒരു സാമ്പിളാണ്. അപ്പോൾ ഇത് ഹീലാവോ? ഒരു 8 മണിയോളം വിശ്വാസം ഉണ്ടായാൽ മതി. അങ്ങനെ ഉച്ച കഴിച്ച് ഈ ക്ലാസിൻ്റെ രോഗശാന്തി വരത്തിനെ കുറിച്ച് ഓരോ വരദാനങ്ങൾ എടുക്കുമ്പോൾ രോഗശാന്തി വരത്തിനെ കുറിച്ച് പഠിപ്പിച്ചതുകൊണ്ട് കഴിവുണ്ടോ? അതിൻ്റെ പ്രാക്ടിക്കലി കാണിക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനോട് വരാൻ പറഞ്ഞു. ആദ്യം അച്ഛൻ കൈ പൊക്കി കാണിച്ചു. കൈയിലെല്ലാം ഇങ്ങനെ പോകാം.
എന്നിട്ട് ഇതേമാതിരി നമ്മൾ പറയുകയാണ് ആ കയ്യില് ആ മുഴകൾ മാറാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കി നിന്നോ. നിങ്ങൾ നോക്കി നിൽക്കേ ആ മുഴകൾ ആ പപ്പടം പൊളച്ചിരിക്കുന്ന പോലെ പൊളച്ചിരിക്കുന്നതെല്ലാം ഇങ്ങനെ അഭിഞ്ഞങ്ങ് പോയി കംപ്ലീറ്റ് സുഖമായി. എല്ലാവർക്കും അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോരിത്തരിക്കുന്ന അനുഭവം, ആ രോഗശാന്തി അല്ലെങ്കിൽ ആ വരത്തിന്റെ പ്രവർത്തനം, കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തനം കണ്ടു നിൽക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും മുഴ മാറണു, വേദന മാറണു, വയറ്റുവേദന മാറണു, എല്ലിന് നീളണു, എല്ലിന്റെ വളവ് മാറണു, എല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് ഇങ്ങനെ നമ്മൾ ആ വിശ്വാസം വളരുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ഈശോ ആഗ്രഹിക്കുന്ന വിശ്വാസം. അപ്പൊ നമ്മളിത് ചിലർ പറയും, ഓ ഈ രോഗശാന്തിക്ക് വേണ്ടി മാത്രം വന്നേക്കണവരും അവർ രോഗശാന്തിക്ക് വേണ്ടി മാത്രം. പക്ഷെ എന്ത് ചെയ്യാം, യേശുവിന്റെ അടുത്ത് വന്നവരെ എല്ലാവരെയും യേശു സുഖപ്പെടുത്തി എന്നാ പറയേണ്ടത്, ഇല്ലേ? ഇല്ലേ? എവിടെയാ വചനം? അതൊന്ന് വായിച്ചേ. ഒരുപാട് സ്ഥലത്ത് നമുക്ക് മത്തായി 4:23 അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഇന്ന് കർത്താവ് ചുറ്റി സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോരുത്തരിലും കർത്താവ് വസിച്ചുകൊണ്ട് ലോകം മുഴുവനും കർത്താവ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രോഗശാന്തിയെ കാണേണ്ടത് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിവിശേഷത്തെ പ്രകടമായി കാണിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രസരണം നടക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വെച്ച് തന്നെ എല്ലാവരിലും ഒരു പുതിയ നക്ഷത്രം വന്നു, ഇല്ലേ? ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം വന്നിരിക്കുന്നു. ഭയങ്കര ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും, ഇത് വെറും പറയുന്നതല്ല, ഇത് സംഭവ്യമാണെന്ന്. ഇനി ഇതിന്റെ വെളിച്ചത്തിലാണ് ഇനി നമ്മൾ അടുത്ത പ്രാർത്ഥന എന്താ പറയുന്നത്? ഞാൻ ഈ അത്തിമരത്തിനോട് ചെയ്തത് മാത്രമല്ല, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാല മാറും. ഇനി നിങ്ങൾ ആർക്കൊക്കെയാണ് ജീവിതത്തിൽ ഇന്നുള്ള ആ സാഹചര്യത്തിൽ ഒരു അത്ഭുതം നടന്നാലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ, ഒരു വലിയ മല നമ്മുടെ ജീവിതത്തിൽ മാറാനുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു മല മാറാനുണ്ട്, നമ്മുടെ കുടുംബത്തിൽ എന്തോ ഒരു മല മാറാനുണ്ട്, നമ്മുടെ സമൂഹത്തിൽ എന്തോ ഒരു മല മാറാനുണ്ട്. ഓക്കെ, ഇപ്പൊ മിക്കവാറും എല്ലാവരും എഴുന്നേറ്റിരിക്കും. ഇതാണ് ഇപ്പൊ ഇത്രയും ധ്യാനം കൂടി പ്രാർത്ഥനയും പ്രാർത്ഥനാ ശുശ്രൂഷയിലും ആയിരിക്കുന്ന നമ്മളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? മനസ്സിലായോ? ഇവിടെ 40 ധ്യാനത്തിൽ കൂടുതൽ കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്നു, ഒരു 50 കൂടിയിട്ടുണ്ടാവും, ഇല്ലേ? പക്ഷെ എന്നിട്ട് നമ്മുടെ മല മുഴുവനും മാറിയിട്ടില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, മല മാറ്റണമെങ്കിൽ മാറ്റം, ഇല്ല ഇങ്ങോട്ട് ഇതുവരെ വിശ്വസിക്കുന്നു. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഓരോ വാക്കും എടുക്കുക. ആദ്യം പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പൊ അവിടെ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവമുണ്ട്. മുഴുവനായിട്ടുണ്ടോ? ആ ദൈവം സർവാധിപനാണോ? സർവശക്തനാണോ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണോ? ഇതൊക്കെയാണ് വിശ്വസിക്കുമെങ്കിൽ വലിയ മഹത്വം. ആ മർത്താമറിയം വിശ്വസിച്ചപ്പോൾ മർത്താവ് എന്നിട്ട് പറയാം, ചീഞ്ഞ് നാറുന്നുണ്ടാകും. ഇപ്പോ 4 ദിവസമായി
അപ്പൊ വീണ്ടും പറയാണ്, ഞാൻ അറിഞ്ഞില്ലേ നിന്നോട്. അപ്പൊ ഇതെല്ലാം അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോരോരുത്തരെയും ഡെമോ ആയിട്ട്. അങ്ങനെ ആ പെങ്ങന്മാര് വലിയ സാധാരണ സ്ത്രീകളായ പാപിനിയായ അവർ വിശ്വസിച്ചപ്പോൾ ചീഞ്ഞാറിയ അവരുടെ സഹോദരൻ ലാസറിത ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവരുടെ എന്തൊരു അത്ഭുതം ദൈവമേ!